അമേരിക്ക താരിഫ് കൂട്ടിയതിന് ശേഷം ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഒരു ഉരസലൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടത്താൻ, ആ ചർച്ച വിജയിക്കാൻ സാധ്യതയുണ്ടോ മാഷേ? സാധ്യത കാണുന്നുണ്ട് ഞാൻ. കാരണം അമേരിക്കക്കും കാര്യങ്ങൾ ബോധ്യമുണ്ട് ഇപ്പോൾ. പക്ഷേ ഈ പോക്ക് ഇന്ത്യ ആവശ്യപ്പെട്ട് ചോദിച്ചു വാങ്ങി പോകുന്നതാണ്. അത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, അതൊരു ഡു ഓർ ഡൈ പോക്കാണ്. നമ്മൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരോഗ്യകരമായി നിലനിൽക്കണമോ വേണ്ടയോ? വേണ്ട എന്നാണെങ്കിൽ രണ്ടു കൂട്ടരും സഫർ ചെയ്യും തീർച്ചയായിട്ടും. പഴയ അമേരിക്കയല്ല, പഴയ ഇന്ത്യയുമല്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആ രണ്ടു കൂട്ടരും ബുദ്ധിമുട്ടുമ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സകല വ്യാപാര ബന്ധങ്ങളും വിച്ഛേദിക്കുമ്പോൾ ബദൽ മാർഗങ്ങൾ തേടേണ്ടി വരും രണ്ടു കൂട്ടരും. അത് കൂടുതൽ സംഘർഷത്തിലേക്കൊക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകും. നമ്മുടെ റീജിയനിൽ, നമ്മുടെ മേഖലയിൽ സംഘർഷം ഉണ്ടാവും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കും. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് വഷളാവും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ളത് വഷളാവും. കാരണം ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെ മുഴുവൻ വഷളാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ അകലേണ്ടതുണ്ടോ? അതല്ല, മാന്യമായി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ഇന്ത്യൻ വാണിജ്യമന്ത്രിയാണ് ചെല്ലുന്നത്, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരെങ്കിലും ഉത്തരവാദപ്പെട്ട ഒരാൾ സംസാരിച്ച് ധാരണയിൽ പിരിയണമോ വേണ്ടയോ? ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിർദ്ദേശത്തിന് അമേരിക്കയ്ക്കും സമ്മതമാണെന്നാണ്. അമേരിക്കയും വലിയ സ്വാഗതം ചെയ്യുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി ഇന്നലെ. ഇതൊക്കെ നടക്കുമ്പോഴും ഈ അമേരിക്കയുടെ സ്ഥിരതയില്ലായ്മയുണ്ട്. അതല്ല, ട്രംപിൻ്റെ ഏറ്റവും വലിയ അസ്ഥിരതയാണ്, കൺസിസ്റ്റൻസി ഇല്ല. ട്രംപിനെ കുറിച്ച് നമ്മൾ ഒരിക്കൽ പറഞ്ഞല്ലോ, ഈ രാത്രി പറഞ്ഞത് രാവിലേക്ക് മറക്കും, രാവിലെ മാറ്റി പറയും. രാവിലെ സമാധാനം പറയും, ഉച്ചയാകുമ്പോൾ അക്രമം പറയും. അങ്ങനെയാണല്ലോ. അങ്ങനെ അപ്പോൾ അനുരഞ്ജനം പറയും, അപ്പം തന്നെ വിരോധവും പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പോരാ. ഇനി എന്തു വേണമെന്ന് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു കരാറുണ്ടാക്കണം. ഇത് മാറ്റി പറയാനിടയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വെല്ലുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ കേസ് കേട്ടില്ലേ, H1B വിസക്കാർ. H1B വിസക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൻകിട ശേഷിയുള്ള, ബൗദ്ധികമായി വലിയ ശേഷിയുള്ള നമ്മുടെ സാങ്കേതിക വിദഗ്ധർ, നമ്മുടെ ടെക്കികൾക്ക് കൊടുത്തിരുന്ന പ്രത്യേക വിസയാണ് H1B. ഈ വിസയുടെ പ്രത്യേകത എന്താ? ഈ വിസ എടുത്ത് പോകുന്ന കുട്ടികൾ, ഇന്ത്യക്കാർ, അമേരിക്കയിൽ രാവും പകലും നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ വരുമാനം ഒരുപാട് കൂടിയത്. അമേരിക്കയിലെ വൻകിട കമ്പനികളൊക്കെ വളർന്നു. പ്ലസ് ഇന്ത്യയിലെ വൻകിട ടെക്കി കമ്പനികളൊക്കെ തന്നെ അമേരിക്കയിൽ ബ്രാഞ്ചസ് തുടങ്ങിയിട്ട് അവിടെ ഇന്നും വർക്ക് ചെയ്യാൻ തുടങ്ങി. രണ്ടും അമേരിക്ക ഗുണകരമാണ്. ഇവർക്കൊക്കെ വിസ വേണം. ഇപ്പോൾ ഒന്നാമത് നമുക്ക് ഓർമ്മയില്ല, മൈക്രോസോഫ്റ്റിന്റെ തലപ്പത്ത് CEO പോലുള്ള പദവിയിൽ ഇന്ത്യക്കാരാണ്. ഗൂഗിളിന്റെ തലപ്പത്ത് ഇന്ത്യക്കാരനാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ സത്യവും ശിവവും സുന്ദരവും ഒക്കെ ഇപ്പോൾ അമേരിക്കയിലാന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇവർക്കൊക്കെ അങ്ങോട്ട് പോകണ്ടേ? അവരെ വിസ നിയന്ത്രണം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ തൽക്കാലം പറയുന്നത് ഇപ്പോൾ ഉള്ളവർക്കില്ല, ഇനി അവരുടെ നേരെയും വരും. പുതിയ വിസകൾക്ക് അത് ബാധകമാണ്. ഇപ്പോൾ ഉള്ളവർക്ക് തിരിച്ചു പോരണ്ടേ? ഇനി അവരുടെ കുട്ടികൾക്ക് ചെല്ലണ്ടേ? അല്ലെങ്കിൽ പുതിയ ചെറുപ്പക്കാരെ ജോലിക്ക് എടുക്കണ്ടേ? കമ്പനികൾക്ക് ആലോചിച്ച് നോക്കൂ, ആർക്കൊക്കെയാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് തൊട്ട് ഗൂഗിൾ വരെയുള്ള അമേരിക്കൻ കമ്പനികൾക്ക് ഏറ്റവും വലിയ ശേഷി, ഏറ്റവും വലിയ അവരുടെ ലേബർ ശേഷി, അവരുടെ അധ്വാനിക്കുന്നത്, അവരുടെ ഏറ്റവും വലിയ അധ്വാന ശേഷി മുഴുവൻ ഇന്ത്യയുടേതാണ്. ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ, ഇൻഫോസിസ്, TCS, അതുപോലെ വിപ്രോ, ഇവിടുത്തെ വലിയ കമ്പനികൾ മുഴുവനും അമേരിക്കയിൽ ബ്രാഞ്ച് തുറന്ന് വെച്ചത് ഈ വിസ കിട്ടുന്നതുകൊണ്ടാണ്, വിസ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരെയും ബാധിക്കും. ഇന്ത്യൻ കമ്പനികളെയും അമേരിക്കൻ കമ്പനികൾ ഒരുപോലെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ എന്താ ഇന്നലെ ചെയ്തത്? 5 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു ഒരു അമേരിക്കൻ വിസ. ആ വിസ ഫീസ് ഒറ്റയടിക്ക് $1,00,000 മാറ്റുകയാണ്. $1,00,000 എന്ന് പറഞ്ഞാൽ 88 ലക്ഷം ഇന്ത്യൻ രൂപയാണ്. ആലോചിച്ച് നോക്കൂ. 1 കോടിയോളം രൂപ ചിലവാക്കിയിട്ട് ആരാണ് അമേരിക്കയിലേക്ക് അങ്ങനെ പോകാൻ തയ്യാറാവുക? 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു പരമാവധി 10 ലക്ഷം രൂപയൊക്കെ അല്ലാതെ ഒരു അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി ആര് ചിലവാക്കും? അങ്ങനെ ചിലവാക്കിയാൽ തന്നെ അവർക്ക് എന്നത് തിരിച്ചു കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് ഇനി പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ചെല്ലേണ്ടതില്ല എന്ന കടുത്ത ദുഷ്ട മനോഭാവത്തോടു കൂടിയാണ് ഈ H1B വിസയുടെ ഫീസ് ഒറ്റയടിക്ക് കൂട്ടിയത്. എന്ത് ന്യായം? ആരോടാൻ പറഞ്ഞു നിൽക്കാൻ പറ്റുക? അപ്പോൾ ഇപ്പോൾ പറയുന്നത് അത് ഇനി പുതുതായിട്ട് വരുന്നവർക്കാണ്. ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, പുതുതായിട്ട് വരുന്ന ആളുകളിൽ നിന്ന് വലിയ ഫീസ് ഈടാക്കണം എന്നാണ് പറയുന്നത്. അത് രണ്ടിലൊന്ന് തീരുമാനിക്കണം. ഒരു മിതമായ വർധനയാവാം, അതിനാണ് പീയൂഷ് ഗോയൽ പോകുന്നത്. രണ്ടിലൊന്ന് പറയണം. 5 ലക്ഷം ഉള്ളത് ഒരു 10 ലക്ഷമാക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് 88 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല എന്ന് പറയാനാണ് അദ്ദേഹം പോകുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. മാത്രമല്ല
അദ്ദേഹത്തിന് അടിയന്തരമായി പോകാനുള്ള സമ്മർദ്ദം ചെലുത്തുന്നത് ഈ ഇന്ത്യൻ കമ്പനികളും കൂടിയാണ്. അമേരിക്കൻ കമ്പനികളെ ബാധിക്കുന്നത് പോലെ തന്നെയാണ്. അമേരിക്കൻ കമ്പനികളെ ബാധിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ത്യൻ കമ്പനികളെയും ബാധിക്കുക. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ കാരണം അവിടെ സിലിക്കൺ വാലി ഉണ്ട്, ഒരുപാട് ഗുണഭോക്താക്കളും സൗകര്യങ്ങളും അസോസിയേറ്റ്സും ഒക്കെ അവിടെ കിട്ടാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ആ അമേരിക്കയിലെ ഇന്ത്യൻ കമ്പനികളുടെ സമ്മർദ്ദമുണ്ട്. ഇതാണ് വിസ സമ്പ്രദായമെങ്കിൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് പുനഃപരിശോധിക്കേണ്ടി വരും. ഈ വിസ നിയമം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവനക്കാരെ അവിടെ എത്തിക്കാനും പോറ്റാനും കമ്പനി നടത്താനും കഴിയില്ല എന്നവർ തീരുമാനിക്കുന്നുണ്ട്. അതാണ് ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ വേറെ കുഴപ്പമുണ്ട് കേട്ടോ. അമേരിക്കയിൽ ഇത്ര സേഫായിട്ട് നടന്നുപോയ കമ്പനികളെ പൊടുന്നനെ അടച്ചുപൂട്ടുമ്പോൾ ഒരുപാട് ഇന്ത്യക്കാരെ അത് ബാധിക്കും. നമ്മളെയും ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. ഒരുപാട് ഇന്ത്യൻ തൊഴിലാളികളെ ബാധിക്കും. ഇനി ഇവരെ കൊണ്ടുപോയിട്ട് ഈ കമ്പനികൾ മറ്റൊരു രാജ്യത്തേക്ക് പറിച്ചു നട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ഇതേ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുക എളുപ്പമല്ല. അത്രയും കാലം ഒരുപാട് പേര് സഫർ ചെയ്യും, കഷ്ടപ്പെടും, കുറേ കുടുംബങ്ങളെ ബാധിക്കും. അപ്പോൾ ഇന്ത്യക്കാരെയും ബാധിക്കുന്നുണ്ട്, നമ്മളെയും കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് അടിയന്തരമായി പോയി ചർച്ച ചെയ്യാൻ വേണ്ടി പീയൂഷ് ഗോയൽ പോയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാലോ, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല. അതിന് നമ്മൾ പറയാവുന്ന മറുപടിയൊക്കെ പറഞ്ഞു. ഒന്ന്, റഷ്യയും നമ്മളും തമ്മിലുള്ളത് വ്യാപാര ഇടപാടാണ്, അത് മാന്യമായ കരാറാണ്, അത് ലംഘിക്കാൻ പാടില്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന എണ്ണ ഏതാണ്? 40% എണ്ണ ഞങ്ങൾ വാങ്ങുന്നത് ഞങ്ങൾക്ക് പരമാവധി വില കുറച്ച് കിട്ടുന്നുണ്ട്. ലോക വിപണിയിൽ മുഴുവൻ നോക്കിയിട്ടാണ് ഞങ്ങൾ വാങ്ങുന്നത്. അതിൽ ഏറ്റവും വില കുറച്ച് കിട്ടുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഞങ്ങളോട് മാത്രം എന്തിനു പറയണം? അമേരിക്കയോട് ചോദിക്കുന്നതാണ്. നിങ്ങൾ നാറ്റോയുടെ ഭാഗമല്ലേ? നാറ്റോ സഖ്യത്തിൻ്റെ ഭാഗമല്ലേ? നാറ്റോ സഖ്യത്തിലെ അംഗരാജ്യങ്ങൾ ആരൊക്കെ റഷ്യയോട് എണ്ണ വാങ്ങുന്നു? യൂറോപ്യൻ യൂണിയനിൽ പോയിട്ട് നമ്മുടെ ജയശങ്കർ ചോദിച്ചില്ലേ, ഞങ്ങൾ മാത്രം ചെയ്യുന്ന കുറ്റമാണോ ഇത്? നിങ്ങളൊരു വലിയ കുറ്റമായിട്ട് കാണുന്നു. റഷ്യയുടെ എണ്ണ വാങ്ങുന്നു, എന്നിട്ട് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ പണം കൊണ്ടാണ്, ഇന്ത്യ കൊടുക്കുന്ന പണം കൊണ്ടാണ്? അല്ലല്ലോ, അവരുടെ ഉൽപ്പന്നം വിറ്റ പണമാണ്. ഞങ്ങൾക്ക് മാത്രമല്ല വിൽക്കുന്നത്, യൂറോപ്യൻ യൂണിയനും വിൽക്കുന്നുണ്ട്. ഇന്ത്യ വാങ്ങുന്നതിനേക്കാൾ 6 ഇരട്ടി എണ്ണ വാങ്ങുന്ന യൂറോപ്യൻ യൂണിയനാണ്. അവർ ചെയ്യുന്ന കുറ്റം തിരുത്താൻ കെൽപ്പില്ലാതെ ഞങ്ങളുടെ നേരെ മേക്കിട്ട് കയറുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഉണ്ടല്ലോ. ഇത് സംസാരിക്കാനും കൂടിയാണ് പോകുന്നത്. ഇനി മേലാൽ പറയരുത് ഇന്ത്യ ആരോട് എണ്ണ വാങ്ങണം, ഇന്ത്യ ആരോട് എന്ത് വാങ്ങണം, വാങ്ങാൻ പാടില്ല എന്ന് കൽപ്പിക്കാൻ പാടില്ല. ഇനി മുതൽ അത് ആവർത്തിക്കുമോ ഇല്ലേ? രണ്ടിലൊന്ന് അറിയാൻ തന്നെയാണ് പീയൂഷ് ഗോയൽ പോകുന്നത്. മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ ഉണ്ടായ ഒരു സംഗതി എന്താണെന്നറിയോ? ഈ പീനൽ താരിഫാണല്ലോ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് അമേരിക്കയിലേക്ക് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് എക്സ്ട്രാ താരിഫ് 25% ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 50% എന്നിട്ട് പറയുന്നു ഇനിയും ഞങ്ങൾ കൂട്ടും, 100% വരെ കൂട്ടും. 100% ഇറക്കുമതി ചുങ്കമൊക്കെ ഏർപ്പെടുത്തിയാൽ അതിനാണ് പീനൽ താരിഫ് എന്ന് പറയുക. പിഴ ലഭിയാണ്. അതായത് ഒരു പിഴ, ഫൈനായിട്ട്, ശിക്ഷയായിട്ട് കൊടുക്കുക. പീനൽ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻ്റാണ്. എന്നുവെച്ചാൽ അതാണ് പീനൽ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഇന്ത്യ അതേ നാണയത്തെ തിരിച്ചടിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നിങ്ങളിങ്ങനെ ഞങ്ങൾക്ക് പണിഷ്മെൻറ്റ് തന്നാൽ, അകാരണമായി പണിഷ്മെൻറ്റ് തന്നാൽ, അതേ നാണയത്തിൽ ഞങ്ങളും തിരിച്ചടിക്കും. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഞങ്ങൾ റെസിപ്രോക്കൽ താരിഫ്, തിരിച്ചടി താരിഫ് എന്നാണ് അതിൻ്റെ, ഞങ്ങളും തിരിച്ചടിക്കും. അതും കൂട്ടാൻ തുടങ്ങി. അപ്പോൾ എന്തായി? രണ്ടു കൂട്ടരെയും ബാധിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് കയറ്റി അയക്കുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ, US-ലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്ന പ്രധാനപ്പെട്ട സാധനങ്ങൾ സ്റ്റീലും അലൂമിനിയം ഉൽപ്പന്നങ്ങളാണ്. ഇന്ത്യക്ക് സാമാന്യം നന്നായി കയറ്റി അയക്കുന്നത് സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങളാണ്. അതിനാണ് ഇവർ 50% താരിഫ് കൂട്ടിയത്. 25-ൽ നിന്ന് 50 പിന്നെ 50-ൽ നിന്ന് കൂട്ടുമെന്ന് പറയുന്നത്. അതിനാണ് പീനൽ താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു. ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന ചില സാധനങ്ങളുണ്ട്, അത് ഭക്ഷ്യവസ്തുക്കളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിള്, അമേരിക്കൻ ആപ്പിളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ബദാം, നമ്മൾ ഇന്നിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ബദാം ഉണ്ടല്ലോ. അപ്പോൾ ബദാം വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അതുപോലെ വാൾനട്ടില്ലേ, വാൾനട്ട് വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. ഇതിനൊക്കെ കൂടി നമ്മൾ റെസിപ്രോക്കൽ അടിച്ചു. ഇതിൻ്റെ താരിഫ് നമ്മൾ ഒറ്റയടിക്ക് കൂട്ടി അമേരിക്കയെ അനുഭവിച്ചു. അമേരിക്കയിൽ ഇത് കെട്ടിക്കിടക്കാൻ തുടങ്ങി. അവിടുത്തെ വ്യാപാരികൾ പറഞ്ഞു, ഇത്രയും താരിഫ്, ഇത്രയും ടാക്സ്, ഇത്രയും താരിഫ് തിരുവ ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ട് ഇറക്കുമതി ചെയ്ത് ഞങ്ങൾക്ക് നഷ്ടം വരും. അപ്പോൾ അമേരിക്കയെയും ബാധിക്കാൻ തുടങ്ങി. നമ്മൾ തിരിച്ചടി കൊടുത്തപ്പോൾ, പണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യൂല, അമേരിക്ക തോന്നിയതൊക്കെ ചെയ്യും, നമ്മളങ്ങനെ അനുസരിക്കും. ആ കാലം പോയി. ഇത് ഇന്ത്യ വേറെയാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല മുമ്പ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും അപ്പോൾ എന്താ ഉണ്ടായതെന്ന് അറിയോ? അമേരിക്കയിൽ കയറ്റുമതി കുറഞ്ഞു.
ഇന്ത്യക്കും ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ബാധിച്ച് കഴിഞ്ഞൊരു മാസം ഇന്ത്യയും ബാധിച്ചിട്ടുണ്ട്. നമ്മൾ സത്യം പറയാതിരുന്നൊരു കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ഈ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം വില കൂടിയ സാധനങ്ങളാണ്. അതിൻ്റെ കയറ്റുമതി കുറഞ്ഞാൽ വലിയ തോതിൽ റേറ്റ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ ഒറ്റ മാസം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്ന സ്റ്റീലിൻ്റെയും അലൂമിനിയത്തിൻ്റെയും കണക്കിൽ $1.15 ബില്യൺ കുറവുണ്ടായി. ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണേ. അപ്പോൾ 1.15 എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അപ്പോൾ 100 കോടിയിലേറെ രൂപ ഡോളറിൻ്റെ 100 കോടിയിലേറെ ഡോളറിൻ്റെ വരുമാനം നമുക്ക് കുറഞ്ഞു ഒറ്റ മാസം കൊണ്ട്. അപ്പോൾ നമ്മളും അനുഭവിച്ചു. അതുകൊണ്ട് രണ്ടിലൊന്നും തീരുമാനിക്കാം. അനുഭവിക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടരും അനുഭവിക്കും. വേണോ വേണ്ടേ അത് തീരുമാനിക്കാനാണ് പീയൂഷ് ഗോയൽ പോകുന്നത്. രണ്ടും കൽപ്പിച്ചൊരു പോക്കാണ്. തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്ത് കൊണ്ടുവരും നമുക്ക് കണ്ടറിയാം. ഒന്നുകിൽ അമേരിക്കയെ നിലക്ക് നിർത്താൻ തീരുമാനിച്ചു പോരും, അല്ലെങ്കിൽ ഇന്ത്യക്കും അമേരിക്കക്കും സമാധാനത്തോടെ ജീവിക്കാനുള്ള കരാറുമായിട്ട് വരും. എന്താ സംഭവിക്കുക എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ന് നിർണായകമായൊരു ദിവസമാണ്. പീയൂഷ് ഗോയൽ ഏതാണ്ട് അമേരിക്കയിൽ എത്താൻ പോകുന്നു. എന്ത് സംഭവിക്കുമെന്ന് നാളത്തെ പത്രങ്ങളിലും നാളത്തെ വാർത്തകളിലും നമുക്ക് വായിക്കാം.